തരൂരുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ താൻ അഭിപ്രായം പറയുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖം രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പുള്ളതെന്നും അതിനുശേഷം അദ്ദേഹം ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയത് രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പാണ് അദ്ദേഹം ഈ ഇന്റർവ്യൂ കൊടുത്തത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ആ ഒരു വിവാദത്തിൽ പ്രതികരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കേരളത്തിലൊരു നേതൃത്വമില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അല്ല, അതൊക്കെ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പ് കൊടുത്ത ഇന്റർവ്യൂ ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഏതായാലും അത് ഒരു വിവാദമാക്കാനോ അതുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിനോ ഞാൻ തയ്യാറാണ്. അത് ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അത് UN-ൽ നിന്ന് വിട്ടു വന്ന സന്ദർഭത്തിൽ ശരിയാണ്, ഞാൻ അദ്ദേഹത്തോട് പാർട്ടി ചേരണമെന്നും ഞാൻ അന്ന് പാലക്കാടാണ് സജസ്റ്റ് ചെയ്തത്, പാലക്കാട് നിൽക്കണമെന്നും ഒക്കെ ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞെന്നുള്ളത് സത്യമാണ്. അത് ശരിയാണ്, അത് അദ്ദേഹം പറഞ്ഞ കാര്യം 100% ശരിയാണ്. ഒരു പാർട്ടിക്ക് അത് അദ്ദേഹത്തെ പോലെ ആൾ വരുന്നത് നല്ലതാണ് എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്ന് അത് അദ്ദേഹത്തെ ക്ഷണിച്ചു എന്നുള്ളത് സത്യമാണ്. അത് ഞാനിവിടെ കോൺഗ്രസിന്റെ അന്ന് KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എറണാകുളത്ത് നടന്ന KPCCയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിൽ അദ്ദേഹത്തെ പ്രത്യേകം പാർട്ടി അംഗമല്ലാതായിട്ട് കൂടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. സോണിയാഗാന്ധിയുടെ പങ്കെടുത്ത ആ വേദിയിൽ അദ്ദേഹത്തെ ഇരുത്തി. അങ്ങനെ അദ്ദേഹം പാർട്ടിയിലേക്ക് വരികയാണ് ചെയ്തത്. അതുകൊണ്ടൊന്നും തെറ്റൊന്നുമില്ല. നേതാക്കൾ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സജ്ജരാകുകയും വേണം. പാർട്ടിയിൽ എല്ലാ നേതാക്കളും അനിവാര്യരാണ്. പാർട്ടിയിൽ ഇപ്പോൾ സങ്കീർണമായ പ്രശ്നങ്ങളില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പാർട്ടി നേതൃത്വം പരിഹരിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട്. CPIM-ന്റെ അജണ്ട കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നതാണ്. അത് എല്ലാവരും തിരിച്ചറിയണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. BJP-യുമായി കൂട്ടുകെട്ടുണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റിയുടെ ഫാസിസം സംബന്ധിച്ച രഹസ്യരേഖയുദ്ധരിച്ച് ചെന്നിത്തല പറഞ്ഞു. ഇനി പുരോഗമനവാദികളാണെന്നും CPM പറയുമോ? രണ്ടാമതും LDF അധികാരത്തിൽ വന്നത് BJP-യുടെ വോട്ട് കൊണ്ടാണ്. മോദിയുടെ പിന്തുണ നേടാനുള്ള ഒരു അടവ് നയമാണിതെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. അതേസമയം ഒരു തെരഞ്ഞെടുപ്പിലും ഒരു നേതാവിനെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടാറില്ല. ഈ നയത്തിൽ പുനരാലോചനയില്ലെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കി. സംസ്ഥാന നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്ത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാനാണ് തീരുമാനം. അതിനപ്പുറം ആർക്കും പ്രത്യേക റോൾ നൽകേണ്ടതില്ലെന്നാണ് നേതൃത്വത്തിന്റെ നിലപാടെന്നും ഹൈക്കമാൻഡ് പറഞ്ഞു. വിഷയം നയപരമായി അവതരിപ്പിച്ച് തരൂരിനെയും പിണക്കുന്നില്ലെന്നും തരൂരിന്റെ അഭിമുഖത്തെയും തള്ളിക്കളയാനാണ് തീരുമാനമെന്നും ഹൈക്കമാൻഡ് അറിയിച്ചു. അഭിമുഖത്തിന്റെ പശ്ചാത്തലവും ഉള്ളടക്കവും സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജുൻ ഖാർഗെയുമായും KC വേണുഗോപാൽ സംസാരിച്ചു. വിവാദത്തിൽ പ്രതികരിക്കേണ്ടതില്ലെന്നാണ് വക്താക്കളടക്കം ദേശീയ നേതാക്കൾക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം. ദില്ലിയിലുള്ള തരൂർ അഭിമുഖ വിവാദത്തോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സംസ്ഥാനത്തെ ചില നേതാക്കളുമായി തരൂർ ആശയവിനിമയം നടത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് തയ്യാറാക്കിയ അഭിമുഖമാണ് ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുന്നതെങ്കിലും അക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ തരൂർ തയ്യാറാകുന്നില്ല. ഈ കലഹം ഗുണം ചെയ്യില്ലെന്നറിയാമെങ്കിലും നിലപാടിതുവരെ തരൂർ തിരുത്തി പറഞ്ഞിട്ടില്ല.